റെസ്പെക്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പിലും വഴക്കൊക്കെ ഉണ്ടാകും. അത് മനുഷ്യ സഹജമാണെന്നാണ് ഞാൻ അത് കളരിയായാലും കരാട്ടയായാലും ഉണ്ടാവും. ആണ്. പക്ഷെ ആ വഴക്കിലൂടെയും വഴക്കടിക്കുമ്പോഴും മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മള് അതാണ് പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വഴക്കുണ്ടാക്കുമ്പോഴും ഡാഷ് ഡാഷ് യൂസ് ചെയ്യാതെ റെസ്പെക്ട്ഫുള്ളി നമ്മളുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെയും കാണാണ്ടവരാന്നൊരു തോന്നല് വേണം. ആണ്. അപ്പൊ അത് ടോളറേഷൻ ആവുന്നില്ല. കളി കയറി കഴിഞ്ഞാൽ സെൽഫ് കൺട്രോൾ. ഓക്കെ ഓക്കെ, എനിക്ക് താങ്കൾക്ക് ഇത് പറ്റും. താങ്കൾ കളരിയല്ലേ? കളരി അവിടെയാണ്. ഓ, ഇത് ഡാൻസറാ. ഡാൻസർക്ക് പക്ഷേ അത്ര ക്ഷമ കാണത്തില്ല കളരിയുടെ അത്ര. ക്ഷമയുണ്ട്. ഞങ്ങള് നല്ല രീതിയിൽ വഴക്കിടാറുണ്ട്. പക്ഷെ അത് കയ്യങ്ങളി ഉണ്ടോ? ഇല്ല, അങ്ങനെ അത് പറഞ്ഞെങ്കിലും പുറത്ത് പറയണ്ട. ഇല്ല ഇല്ല ഇല്ല, അതാണ് ഞങ്ങൾ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ആ റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം സാർ പറഞ്ഞ പോലെ തന്നെ അത് ലവ് ഉണ്ടെങ്കിൽ തന്നെ റെസ്പെക്ട് ഉണ്ട്. സാർ ഒരു ഷർട്ട് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷൂസ് വാങ്ങിക്കുമ്പോഴോ എത്രത്തോളം ചിന്തിച്ച് ആലോചിച്ചാണ് ഒരു എടുക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യും? എടുക്കും സാറ്. ഒരു പെൺകുട്ടി എടുക്കുന്ന ഷൂ എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റും. അല്ല, അത്രയും ലാഘവത്തോടു കൂടിയാന്നല്ല. പക്ഷെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താ, നമ്മള് ഒരു ലൈഫ് ലോങ് അദ്ദേഹത്തിനോട് ജീവിക്കേണ്ടതല്ലേ. അങ്ങനെ ഈ സെലക്ഷനിൽ എത്രമാത്രം സമയം അപ്ലൈ ചെയ്തു? സാറ്റിസ്ഫൈഡ് ആണ്. സമയം അപ്ലൈ ചെയ്തോ? 100% സമയം അപ്ലൈ ചെയ്തു. ഓക്കെ, എല്ലാരും പറയുന്നത് 100%. പറഞ്ഞു മോളെ. ഹാപ്പിനെസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞല്ലോ. സ്റ്റേറ്റ് ഓഫ് ബീങ് യോർ സെൽഫ് ഇസ് കോൾഡ് ഹാപ്പിനെസ്. നിങ്ങൾ തന്നെയായി ഇരിക്കുന്നതിനെ ഹാപ്പിനെസ് പറയാം. ഇപ്പൊ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഞാനായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. ഇപ്പൊ ഞാനൊരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെടാണെങ്കിൽ എനിക്ക് ഒരിക്കലും എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സെൽഫ് ലവും നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തും സെറ്റ് ആണെങ്കിൽ മാത്രം നമുക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. യു നീഡ് ദാറ്റ്. ഇറ്റ്സ് വെരി ക്രൂഷ്യൽ. ബിക്കോസ് വെൻ യു ആർ ഡൗൺ ആൻഡ് വെൻ യുവർ പാർട്ട്ണർ ഇസ് ഡൗൺ, ഒരിക്കലും ആ റിലേഷൻഷിപ്പ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇൻ ദ നെയിം ഓഫ് സാക്രിഫൈസിങ് യുവർ മെന്റൽ ഹെൽത്ത് ഓർ നമ്മുടെ സന്തോഷം, യു ഷുഡ് നെവർ സ്റ്റേ ഇൻ എ റിലേഷൻഷിപ്പ്. എന്റെ ക്ലിനിക്കിലേക്ക് ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കയ്യിൽ ബ്ലേഡ് വെച്ചിട്ട് വെട്ടിയിട്ട് ബ്രേക്കപ്പ് ആണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ സെൽഫ് റെസ്പെക്റ്റും മ്യൂച്വൽ റെസ്പെക്റ്റും പ്രണയവും ഇതൊന്നും മനസ്സിലായിട്ടല്ല. ഇത് വേറെന്തോ ഇൻഫ്ലുവൻസിലാണ്. ഓക്കെ, നൗ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് പ്രണയം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്ട്, ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതൊരു ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ ആരോ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പൊ റെസ്പെക്ട് ഇല്ലാണ്ടാവും. ഇതിന് വേണ്ട പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന അക്കാഡമിക്സ് മാത്രമല്ല ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്ന് പറയുമ്പോൾ മാത്രമല്ല പഠിക്കുന്നത്. അതിന്റെ കൂടെ ക്യാരക്ടർ ബിൽഡിംഗും കൂടെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് എല്ലാ സ്കൂളുകളിലും കോളേജിലും നടക്കണമെങ്കിൽ സാറിന് ഇതേപോലത്തെ കേസസ് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെരി ട്രൂ, വെരി ട്രൂ. ഞാൻ അതാണ് പറയുന്നത്. പണ്ട് പ്രണയത്തില് വീട്ടില് വാല്യൂ എഡ്യൂക്കേഷൻ, വീട്ടില് അപ്പൂപ്പൻ അമ്മൂമ്മ അമ്മാവൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ അച്ഛനും അമ്മയ്ക്ക് സമയമില്ല. ഓഫീസിൽ പോയി ഇന്റർനെറ്റ് കണ്ട് പഠിച്ചു, എല്ലാവരും പഠിച്ചു. കുടുംബത്തിൽ വളർന്ന ആളാണ് ഞാൻ. പറഞ്ഞ കൂട്ടുകുടുംബത്തിൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസ് ആയ സമയത്ത് വാല്യൂ സിസ്റ്റം പോയി, വാല്യൂ എഡ്യൂക്കേഷൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ അപ്പോഴാണെങ്കിലും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ പേരൻസിനെ കാണുന്നുണ്ട്, നമ്മൾ എന്തോരം ഫാമിലീസിനെ നേരിട്ട് കാണുന്നുണ്ട്, നമ്മുടെ കസിൻസിനെ കാണുന്നുണ്ട്. അപ്പൊ വാല്യൂ സിസ്റ്റം അവിടെ നിന്ന് പഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ആ എക്സ്പ്രഷൻ ഓഫ് ലവും കൂടെ അവിടെ വല്ലാതെ ഇൻഫ്ലുവൻസ് ആവും. നമ്മൾ അച്ഛനമ്മയെ തല്ലുന്ന കണ്ടിട്ടാണ് വളർന്നെങ്കിൽ നമുക്കത് നോർമലാണ്, നമ്മളത് സഹിക്കും. പക്ഷെ അച്ഛനമ്മയെ വന്ന ഉടനെ ജോലി കഴിഞ്ഞ് എത്ര ടയർഡായിട്ട് വന്നാലും മോളെ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ടാണ് കാണണമെങ്കിൽ ആ എക്സ്പ്രഷൻ ഓഫ് ലവ് ഈ ജനറേഷനിൽ നമ്മൾ കുറേം കൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ജനറേഷൻ കുറേം കൂടെ എക്സ്പ്രസീവ് ആയിരിക്കും. അപ്പൊ പ്രണയം കുറേം കൂടെ നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും പരസ്പരം പണ്ടത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും 4 ആള് കാണെ കെട്ടിപ്പിടിക്കാറുണ്ടായിരുന്നോ? പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്ക് പോലും അവര് പഠിപ്പിച്ചു കൊടുക്കാണ്. ലവ് ഇറ്റ്സെൽഫ് ഈസ് ഓൾ അബൌട്ട് എക്സ്പ്രസ്.